അതെ നമസ്തേ നമസ്കാരം. കരമന അജയ് സ്ഥാനാർത്ഥിയാണ്. ചൂടുണ്ടോ? ചൂടുണ്ടോ? പിന്നെ ഒന്ന് ഇറങ്ങണം അവിടെ. ഒന്നിറങ്ങി എല്ലാ വീടുകളും ഇറങ്ങിയേ നമുക്ക് നല്ല ചാൻസാണ്. നമ്മുടെ പരമാവധി നമ്മുടെ മേഖലകളിൽ നല്ല കാര്യമായിട്ട് വോട്ട് കയറിയാൽ നമുക്കത് സാധിക്കും. ഇപ്പോഴത്തെ നേടിയെടുക്കണമെന്നാണ് അത്രയ്ക്കും പ്രതികുട്ടിയാണ് കാണുന്നുണ്ടല്ലോ. ഹലോ നമസ്തേ. ഏത് പോലെ? അയ്യോ നമ്മുടെ ഞാൻ മേലാർന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്ക് വന്നോളാം. സൗമ്യ സൗമ്യല്ലേ? മിനി കൗൺസിലർ. ഓക്കെ 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 ഞാൻ നോക്കട്ടെ. അനി കൗൺസിലർ ഞാൻ വിളിച്ചത് ചെറുക്കൽ ക്ഷേത്രത്തിൽ. എങ്ങനെ പോവും? പോലെ അപ്പം നാളെ ഉത്സവമുണ്ട്. നാളെ ഉണ്ടല്ലേ? എങ്ങനെ? കോർപ്പറേഷൻ BJP വന്നത് ഡിസംബർ 27 മേയർ അധികാരമേറ്റത്. ജനുവരി, ഫെബ്രുവരി, ഈ മാർച്ച് 27 3 മാസമാവും. അതിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്ന ശേഷം ഒന്നും ചെയ്യാൻ 2.5 മാസം കൊണ്ടുവന്ന് പിന്നെ ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാല സമയത്ത് സർക്കാർ മനഃപൂർവ്വം ജല അതോറിറ്റിയെ കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് കുടിവെള്ളക്ഷാമം ഉണ്ടാക്കിച്ചു. പക്ഷേ 101 വാർഡുകളിലും ടാങ്കർ ലോറികൾ ഇറക്കി നഗരസഭ വെള്ളമെത്തിച്ചു. മൊത്തം ടോട്ടൽ 150ഓളം ടാങ്കർ ലോറികൾ അല്ല 101 വാർഡുകൾ ഓരോ ടാങ്കർ ലോറിയും 150ഓളം വരുന്ന ടാങ്കർ ലോറികൾ ഇറക്കി സിറ്റിയിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാർക്കെല്ലാം കുടിവെള്ളം എത്തിച്ചു. അത് വലിയൊരു കാര്യമാണ്. കുടിവെള്ളക്ഷാമം ആദ്യം കൂടെ ടൈറ്റായി സർക്കാരിൻ്റെ ഭാഗത്ത് അലംഭാവം കാണിച്ചപ്പോഴും കോർപ്പറേഷൻ അതിനനുസരിച്ച് അതിജീവിക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തു. സുരേഷ് ഗോപി വരെ ഇടപെട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരെ ചെന്നൈയിൽ നിന്ന് വരെ നമുക്കിവിടെ ഏർപ്പാട് അദ്ദേഹം ഇടപെട്ടു. അപ്പം അത് ചെയ്തു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വരണം. മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉന്നതതല യോഗങ്ങൾ കൂടി മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിനുള്ള പരിഹാരം ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പരിഹരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മേയർ എന്ന നിലയിൽ VV രാജേഷ് മറ്റ് വ്യത്യസ്തമായ ലെവലിൽ കാര്യങ്ങൾ എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം റെസിഡൻസ് അസോസിയേഷനുകളും മറ്റ് സാംസ്കാരിക സംഘടനകളെയും എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഉള്ള ശ്രമങ്ങൾ ഈ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടുണ്ട്. നല്ല ഒരു ജനകീയ ബഡ്ജറ്റാണ് ഇപ്പം ഈ നഗരസഭ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കിട്ടിയത് വെറും 40-50 ദിവസമാണ്. 50 ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റില്ല. ഇനി വരുന്ന കാലങ്ങളിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ പ്രധാനമന്ത്രിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള വികസന അജണ്ട അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം തന്നെ ഓരോന്നോരോന്നൊരു കോർപ്പറേഷനിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് അദ്ദേഹം വാക്കുതന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി 50 കൗൺസിലർമാരെയും ഡൽഹിയെ വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വസതിയിൽ വീട്ടിൽ വെച്ച് അതൊക്കെ ചരിത്രത്തിലാദ്യമാണ്. കൗൺസിലർമാർക്ക് വിരുന്ന് കൊടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു ഡിസ്കഷനായിരുന്നു. കാരണം ഞാനും പങ്കെടുത്തിരുന്നു. ജില്ലാ പ്രസിഡന്റ് എന്ന എന്നെ വിളിച്ചിരുന്നു, പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഓരോ ആൾക്കാരെയും മുമ്പ് വന്നാണ് മൈക്ക് വഴി സംസാരിച്ചത്. അല്ല, വേദിയിൽ നിന്നല്ല, പ്രധാനമന്ത്രി വേദിയിൽ നിന്ന് ഇറങ്ങി നടന്ന് കൗൺസിലർമാരുടെ അടുത്ത് വന്ന് കറങ്ങിയാണ് അദ്ദേഹം സംസാരിച്ചത്.
അപ്പോൾ കൗൺസിലർമാർ എന്തൊക്കെ ചെയ്യണം, അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം ചെയ്യേണ്ട മാതൃക ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അദ്ദേഹം പ്രത്യേകം പേഴ്സണലായിട്ട്, അതായത് അത് വെളിയിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ, ഈ നിർദ്ദേശങ്ങളനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കോർപ്പറേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നല്ല ഒരു സഹകരണം നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനുണ്ടാകും. കാരണം കേരളത്തിലെ BJPക്ക് ആദ്യം ഒരു സംഭാവന കൊടുത്ത കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അതിൻ്റേതായിട്ടുള്ള നന്ദി കാണിക്കും. രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ അഹമ്മദാബാദ് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അഹമ്മദാബാദ് BJP ആദ്യം ഭരണം നേടിയത് അഹമ്മദാബാദ്. ആ അഹമ്മദാബാദിൽ നിന്ന് ഏറ്റവും വലിയ നഗരമായി മാറിക്കഴിഞ്ഞു. അതിനുശേഷമാണ് ഗുജറാത്ത് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ മോദിജിയൊക്കെ വരുന്നത്. അപ്പോൾ ഈ തരത്തിൽ വികസനങ്ങൾ വളരെ സാധ്യമാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി ചെയ്യും. അതോടൊപ്പം നമ്മളിപ്പോൾ BJP ജനങ്ങളുടെ മുമ്പ് അവതരിപ്പിക്കുന്നത് കോർപ്പറേഷൻ ഭരണം BJP ഏൽപ്പിച്ചു. കോർപ്പറേഷന് 4 നിയോജക മണ്ഡലമാണ്: നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം. ഈ 4 നിയോജക മണ്ഡലങ്ങളിലും BJPയുടെ MLA-മാരുണ്ടായാൽ സുഗമമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. 50 കൗൺസിലർമാർ BJP 51 പേരുണ്ട്, സ്വതന്ത്രമടക്കം. ഈ കൗൺസിലർമാർക്ക് തന്നെ അവരെ വാർഡുകളിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് MLA-മാരോട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം BJPയുടെ കൗൺസിലർമാർക്ക് മാത്രമല്ല, അത് മേയർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, 101 കൗൺസിലർമാരെയും 101 വാർഡിനെയും ഒരുപോലെ കണ്ട് തന്നെ മുമ്പോട്ട് പോകും. ബാക്കി വരുന്ന 50 കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒരു സ്വതന്ത്രമുണ്ട്. കൗൺസിലർമാരുടെ പ്രത്യേകം ആവശ്യപ്പെട്ടു നിങ്ങളെ വാർഡുകളിൽ എന്തൊക്കെ ചെയ്യണം, വികസന അജണ്ട നിങ്ങൾ തയ്യാറാക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷപാതപരമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ BJPയുടെ ഭരണസമിതി ചെയ്യില്ല. അപ്പോൾ ഇതാണ് വ്യത്യാസം. ഓക്കെ, തെരുവുനായ ശല്യത്തിന്റെ കാര്യം ആദ്യത്തെ അത് വെളിഞ്ഞത്തൊരു സ്ഥലത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും പ്രശ്നമല്ല, അത് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നു. ശാന്തി കവാടത്തിന്റെ വിഷയം 45 വർഷം ഭരിച്ചവർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ അവർ ഒരു മാസം പോലും ആകാത്ത ഒരു സമയത്ത് പെട്ടെന്നാ പറയണത് ശാന്തി കവാടം വൃത്തിയിലാകണോ. അതെന്താണ്? ഒരു മാസം 28 ദിവസം കഴിഞ്ഞപ്പോൾ സമരം വെച്ചിരിക്കുന്നു. അത് ആര് സമരം നേതൃത്വം കൊടുത്തേ? ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഗായത്രിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വെറും ഒരു വിട്ടിത്തരങ്ങളാണ് വിളിച്ചതാണ്. ഓക്കെ, ഓക്കെ ഓക്കെ. ആ അവിടെ അല്ലേ? തീർത്ഥവാദ മണ്ഡലത്തിൽ അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം. ഓക്കെ ഓക്കെ. അടുത്ത പറയണോ? നമസ്തേ. ഒരുപാട് സമയം എടുത്തില്ല അവിടെ വീട്ടിൽ കയറി. എല്ലായിടത്തും പിന്നെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അല്ല, അവിടെ അവർ കുറച്ച് കുട്ടി കുറച്ച് കോർപ്പറേഷനെ കുറിച്ച് പറയാൻ ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു. അത് കോർപ്പറേഷൻ BJP വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം. എന്നിട്ട് 2 മാസം കഴിഞ്ഞേ ഉള്ളൂ. ആ 2 മാസം കൊണ്ട് നേരത്തെ മാറ്റം ഉണ്ടായെന്ന് കുട്ടി ചോദിച്ചു. പിന്നെ എന്തുണ്ട്? ശരി. അനുവില്ലേ? കൊച്ചിയിലാണോ? ആ അമ്മ അതെ, ചൂടുവെള്ളം കേട്ടെ. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ ചൂടാക്കി വേണം. ഒന്ന് ചൂടുവെള്ളം മാത്രമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ കയറിയാൽ പോലും ചൂടുവെള്ളം കുടിക്കും, ഇല്ലെങ്കിൽ കുടിക്കൂല. ഇല്ലല്ലേ അല്ല, സത്യം. ഞാൻ പിന്നെ അങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ വിട്ടു നിൽക്കാൻ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുക. തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള ഒരു പ്രവർത്തനമാണ്. ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ ട്രെയിനിൽ കയറിയ പോലും ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് എനിക്ക് വിശ്വാസമാണ്. ഡൈല്യൂട്ട് ചെയ്യാതെ ഈ ചൂടുവെള്ളവും പച്ചവെള്ളം ചേർത്ത് ഡൈല്യൂട്ട് പോലും കഴിക്കില്ല. ഞാനൊരു 35 വർഷത്തിന് മുമ്പ് എനിക്ക് ഈ ശ്വാസം മുട്ടലും ഈ കഫക്കെട്ടൊക്കെ ഉണ്ടാകും. അപ്പം മരിച്ചുപോയ കണ്ണദാസൻ കഴവന ഡോക്ടറാണ് മരിച്ചു. അദ്ദേഹത്തിന്റെ
ട്രീറ്റ്മെൻറ്റ് തീർത്തത്. സാനിറ്റൈസർ എനിക്കിത് വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞാണ് ചൂടുവെള്ളമേ കുടിക്കാം. ചൂട് വെള്ളം തിളപ്പിച്ചാറിയാലും കുഴപ്പമില്ല. ആ പിന്നെ ഐസ്ക്രീം തണുത്തത് ഒന്നും കഴിക്കില്ല. ഐസ്ക്രീം ഭയങ്കര ഇഷ്ടം, ഇഷ്ടമാണ്. തൈര് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും കഴിക്കില്ല. മോരിഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പോണേ. അവിടെ വെള്ളം ശരിക്കും കുടിക്കും. അവിടെ ശബ്ദം പ്രസംഗിക്കാൻ ശബ്ദം കിട്ടും. പാട്ട് പാടാൻ പറ്റും. യേശുദാസ് കഴിക്കില്ല, മോരൊന്നും കഴിക്കില്ല, ഇത്രേ കഴിക്കില്ല, ഐസ്ക്രീം ഒന്നും കഴിക്കില്ല. വലിയ ഇഷ്ടമാണ്, കഴിക്കില്ല. എന്തെങ്കിലും ആവണമെങ്കിൽ കുറെ ത്യാഗം സഹിച്ചേ പറ്റൂ. അല്ല പിന്നെ ഇഷ്ടമാണോ എടുത്തിട്ട് കഴിച്ചിട്ട് അതൊന്നും യേശുദാസ് ആകൂല. സ്ഥാനാർത്ഥി മാത്രമല്ല, എല്ലാവരും കുടിച്ചോണ്ട് അല്ലേ? വെള്ളം വേണം എല്ലാവർക്കും. ഇറങ്ങാണ്. അനുവിനെ പറയാം വന്നിട്ട് പോയത്. അനൂപിന് വോട്ട് അവിടെ കൊച്ചിയിലാണല്ലേ? ഷൂട്ടിംഗ് സമയത്ത് മിക്കവാറും കാണില്ലേ ഇവിടെ? അല്ല അനൂപ് മാസം വരും, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. ഒരാളിനെ അല്ല, ഒരു മോളും ഉണ്ട്, അവിടെ വട്ടി വെക്കാവില്ല. റാം ദുർഗാസിന്റെ സ്വന്തം ആള്. ആദ്യം അത് കാളിദാസ് ബാലഗോകുലം ഗോപൻ, വയനാടൻ ഗോപൻ. ഗോപൻ കല്യാണം കഴിച്ച് നേരെ വന്ന് എന്റെ വീട്ടില്. ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്മയെ കൊള്ള പോലെ. അവസ്ഥ പിന്നെ വിജയിച്ച് വരണം കേട്ടോ. തീർച്ചയായും എല്ലാവരുടെയും പറയണം. അല്ലാതെ ഒന്ന് കുറച്ച് കൂടുതൽ വോട്ട് പിടിച്ചാലേ പറയാം. നമസ്കാരം. നിങ്ങൾ നേരിട്ട് എല്ലാവർക്കും പരമാവധി ഓക്കെ. പണ്ട് ഉപ്പ് പറയാൻ ഇവിടെ ഇങ്ങനെയാണ് ഇരുന്നത് പണ്ടല്ലേ? അല്ല, ഈ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോഴേ മാറ്റങ്ങളെ അതെ, പള്ളിത്തരം ഭയങ്കര മാറിപ്പോയില്ലേ? നമ്മളാ പണ്ട് ശാഖ കിടന്ന സ്ഥലമൊക്കെ വീടായി. ഞാൻ അവിടെ പോയിരുന്നു, പോയിട്ട് വന്നു. പണ്ടത്തെ പോലെ സ്ഥിരം വഴക്കൊന്നും ഇല്ല. വേണ്ട പറഞ്ഞേട്ടാ, പറഞ്ഞ കേട്ടോ. ഒരു ബാൻഡ് വന്നിട്ട് ഒരു പോസ്റ്റ് വന്നിട്ട് ഇന്നെല്ലാം എത്ര രാവിലെ ജോലിക്ക് പോകട്ടെ ചേച്ചി. ഞാൻ പോരെ. വിഷ്ണുവിടെ വിഷ്ണു ഫോൺ വഴി നീ എവിടെ പോയി? ആരൊക്കെ വിളിക്കണേ? തിരിച്ചു വിളിയാ, മിസ്കോളില്ല, തിരിച്ചു വിളി. വഴിപ്പെടുത്താ. കറങ്ങോട്ടെ. എല്ലാവർക്കും പറഞ്ഞ് വോട്ട് ചെയ്യിപ്പിക്കണം. അതുകൊണ്ട് MLA ഉണ്ടാവണം തിരുവനന്തപുരം. അതെ, വെരി ഗുഡ്. ശരി, ഓക്കെ. വളരെ സന്തോഷം. ഓക്കെ.
നമസ്കാരം. കോർപ്പറേഷൻ മുന്നോട്ട് വരട്ടേതാണ് ആൾക്കാർ ആഗ്രഹം അതാണ്. പിന്നെ സ്പീഡാക്കണം. പഠിക്കത്താണ് പഴയ ചാറ്റി പ്രശ്നമല്ല. നമസ്കാരം. അറിയാലോ കരമനജ് സാഹിന ഇല്ലേ ആളില്ലേ? ശരി, ഓക്കെ. പറഞ്ഞിട്ട് പോയതാണ്. ഉണ്ണി ഈ ഭാഗം നല്ല രീതി നോക്കണം. അതെ, മനസ്സിലാക്കി കണ്ടോ? നിന്റെ വീട്ടിൽ വാ. രംഗണ്ണ കാണണേ, രംഗണ്ണ നിന്റെ സെൽവണ്ണന്റെ സഹോദരങ്ങൾ ഇപ്പൊ ആരുള്ള? ഞാൻ എപ്പോഴും പറഞ്ഞേ വീട്ടിൽ വരുന്നത് ഞാൻ പറഞ്ഞു. പോകുമ്പോഴേ ചേട്ടൻ ഒരുപാട് അറിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ആളാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരി എനിക്ക് റിപ്പോർട്ട് അടുത്തങ്ങോട്ട് ഇവിടുന്ന് മനസ്സിലാറ് പോയി തുർക്കാറ് മനസ്സിലാറ് അപ്പം ഞാൻ വീട്ടിൽ കൂടെ കയറാം. നമ്മൾ ഇറക്കാം. ഫോണ ഞാനീ വിളിക്കട്ടെ. പഴയ എക്സ് മിനിസ്റ്റർ പുള്ളി 2 ദിവസം ഇവിടെ ഷെഡ്യൂൾ ചെയ്യാം. ഏത് മിനിസ്റ്റർ? അത് ഹരിയുടെ ഹരിക്കറിയാം, ഹരി ബന്ധമുണ്ട്. ഭഗവത് നീ എവിടെ ഉണ്ട്? വീട്ടിൽ പോരും, വീട്ടിൽ പോരും. ഞാൻ പറയാം, നേരിട്ട് വരാം. നേരിട്ട് വേ. ഈ മുഖം മാത്രം നോക്കാൻ ഉള്ളത് പറഞ്ഞില്ല അപ്പുറം ഈ 3 പേരല്ലേ? അല്ല, ഈ 3 പേരല്ലേ? എടാ ജയാന്ന് പറഞ്ഞ് വിളിച്ചു വരാൻ സ്വാതന്ത്ര്യം ഞാൻ മാത്രം. അത് സംശയം അത് മാത്രം നോക്കണം. ഉള്ള കാര്യം പറഞ്ഞില്ലേ? അത് നീ ആൾക്കാരെ പറ. ഉപദ്രവിക്കുകയില്ല, എന്നെ കൊണ്ട് കഴിയണം ചെയ്യും. അല്ല, നീ ആൾക്കാരെ പറ. ഞാൻ വരുന്നുണ്ട് കേട്ടോ.
നമസ്തേ. മനസ്സിലല്ലേ? കടമന ജയനാണ്. താമരാലയത്ത് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. ഞാൻ പണ്ട് മുതലേ അതെ. എൻ്റെ ഭർത്താവ് BJP കാരനും RSS കാരനൊക്കെയാണ് പാച്ചട്ടിലുള്ള ആളാണ്. ഞാനിപ്പോൾ മോളെ വീട്ടിൽ വന്നിട്ടാണ്. പച്ചടി പച്ചടി പാച്ചല്ലൂര് ജംഗ്ഷനിലാണ് വീട്. സോമശേഖരൻ മരിച്ചിട്ട് 12 വർഷം. മരിച്ച അവിടെ തന്നെ. ഡയറക്ടറായിരുന്നു. ആ ശരി. അതിന്റെ പാർട്ടിയാണ്. ഓക്കെ. ശരി ശരി. കൊച്ചുമോള് ഭീഷ്മൻ തമ്പിയാണ്. ഓ കൊച്ചുമോളാണ്. ഓ ശരി ശരി. രാജു എന്തെങ്കിലും പേരുള്ള വന്നു തന്നെ. സഹായിക്കണം. എല്ലാവരുടെയും പറയണം. ഓക്കെ. അല്ലിക്കാവാ